ഇന്നത്തെ നമ്മുടെ റെസിപ്പി എഗ് റോളാണ്. നമുക്ക് 4 മണിക്ക് ചായൻ്റെ കൂടെ കഴിക്കാം, അല്ലാത്ത സമയത്തൊക്കെ കഴിക്കാൻ പറ്റിയ നല്ല സിമ്പിളായിട്ടുള്ള ഒരു റെസിപ്പിയാണ് കാണിക്കുന്നത്. കാണാൻ നല്ല ഭംഗിയും അതുപോലെ കഴിക്കാൻ നല്ല ടേസ്റ്റിയുമായിട്ടുള്ള ഈ എഗ് റോള് എല്ലാവർക്കും ഉണ്ടാക്കിയെടുക്കാം. ഞാനിത് ഓവനിലാണ് ഉണ്ടാക്കുന്നത്. സ്റ്റൗ ടോപ്പിലും വേണമെങ്കിൽ ഇത് ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. ആദ്യം നമുക്ക് എഗ് റോളിനുള്ള ഫില്ലിങ് റെഡിയാക്കാം. നിങ്ങൾ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നത് എന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാൻ മറന്നു പോവല്ലേ. ഇനി നമുക്ക് പാൻ ചൂടായി കഴിഞ്ഞാൽ ഓയിൽ ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് 3 വലിയ സവാള കനം കുറച്ച് അരിഞ്ഞിട്ട് അതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിൻ്റെ കൂടെ തന്നെ ഇഞ്ചി വെളുത്തുള്ളി ചെറുതായിട്ട് പൊടിയായിട്ട് കട്ട് ചെയ്തിട്ടും കൂടെ ചേർത്ത് കൊടുക്കാം. നിങ്ങളുടെ എരിവിനനുസരിച്ചിട്ടുള്ള പച്ചമുളകും ചേർത്ത് കൊടുക്കാം. പച്ചമുളകും ചെറുതായിട്ട് പൊടിയായിട്ട് വേണം കട്ട് ചെയ്ത് ചേർക്കാനായിട്ട്. നിങ്ങളുടെ കയ്യിൽ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കാം. കുറച്ച് കറിവേപ്പിലയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് പെട്ടെന്ന് സവാള ഒന്ന് വഴന്ന് കിട്ടാൻ വേണ്ടി ശകലം ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടെ ചേർത്തിട്ട് നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. സവാളയൊന്ന് ചെറുതായിട്ടൊന്ന് വഴന്ന് വന്നാൽ നമുക്ക് ഇതിനകത്തേക്ക് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം. ചിക്കൻ മസാല ചേർത്തിട്ടുണ്ട്. അതിനുശേഷം കാശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുക്കാം. ശകലം മഞ്ഞൾപ്പൊടി ചേർക്കുന്നുണ്ട്. ഇനി മല്ലിപ്പൊടിയാണ് ചേർക്കുന്നത്. മല്ലിപ്പൊടി ചേർത്തിട്ടുണ്ട്. അടുത്തതായിട്ട് ചേർക്കുന്നത് എരിവുള്ള മുളക് പൊടിയാണ്. നിങ്ങൾക്ക് എരിവുള്ള മുളക് പൊടി മാത്രം ചേർത്താൽ മതിയെങ്കിൽ അത് മാത്രം ചേർക്കാം. അതല്ല കാശ്മീരി മുളക് പൊടി മാത്രം മതിയെങ്കിൽ അങ്ങനെ ചേർത്ത് കൊടുക്കാം. ഞാൻ കൂടുതൽ കാശ്മീരി മുളക് പൊടി ചേർത്തിട്ടുണ്ട്. ശകലം എരിവുള്ള മുളക് പൊടിയും ചേർത്തിട്ട് നല്ലതുപോലെ നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. ഇതിനകത്ത് ഉപ്പിൻ്റെ കുറവുണ്ട്. വീണ്ടും ഞാൻ ഉപ്പ് ചേർത്തിട്ടുണ്ട്. നിങ്ങൾ ഉപ്പിൻ്റെ ടേസ്റ്റൊക്കെ നോക്കിയിട്ട് ആവശ്യത്തിന് ചേർത്ത് കൊടുക്കുക. ഇനി നമുക്ക് പൊടികളുടെയൊക്കെ പച്ചമണം മാറിക്കഴിഞ്ഞാൽ 1 ടീസ്പൂണോളം വെള്ളം ചേർത്ത് കൊടുക്കാം. ഈ വെള്ളം ചേർത്താൽ സവാള വീണ്ടും ഒന്നും കൂടെ ഒന്ന് സോഫ്റ്റായിട്ട് കിട്ടും. ലാസ്റ്റ് നമുക്ക് മല്ലിയില ചേർത്ത് കൊടുക്കാം. മല്ലിയില കുറച്ച് കൂടുതലുണ്ടെങ്കിൽ കൂടുതൽ ചേർത്ത് കൊടുക്കാം. ഇത്രയേ ഉള്ളൂ. നമ്മുടെ എഗ് റോളിന് വേണ്ടിയിട്ടുള്ള മസാല റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് തീ ഓഫാക്കിയിട്ട് ഇത് സ്റ്റൗന്ന് മാറ്റി വെക്കാം. ഇനി ഇതിനകത്തേക്ക് ഒന്നും ചേർക്കാനൊന്നുമില്ല. ലാസ്റ്റ് നിങ്ങൾക്ക് കുരുമുളക് പൊടി വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി ഞാനിത് സ്റ്റൗന്ന് മാറ്റി വെക്കുന്നുണ്ട്. ഇനി നമുക്ക് എഗ് റോളിന് വേണ്ടിയിട്ട് മാവ് റെഡിയാക്കി തുടങ്ങാം. ഒരു ബൗളിലേക്ക് ചെറിയ ചൂടുള്ള പാൽ ചേർത്ത് കൊടുക്കാം. ഒത്തിരി അങ്ങ് ചൂട് വേണ്ട, ഇളം ചൂടുള്ള പാൽ വേണം ചേർക്കാനായിട്ട്. 3/4 കപ്പിൽ ഞാൻ 1 ടേബിൾ സ്പൂൺ മാറ്റി വെച്ചിട്ട് ബാക്കി ചേർത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. അടുത്തതായിട്ട് 1 ടീസ്പൂണോളം ഈസ്റ്റും കൂടെ ചേർക്കുന്നുണ്ട്. ഇൻസ്റ്റൻറ്റ് ഈസ്റ്റാണ് ചേർത്തിട്ടുള്ളത്. എന്നിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. പഞ്ചസാരയൊക്കെ ഒന്ന് മെൽറ്റായാൽ നമുക്കിതിനകത്തേക്ക് 1 ടീസ്പൂണോളം ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി നമ്മൾ ഇതിനകത്തേക്ക് ചേർക്കുന്നത് ബട്ടറാണ്. നല്ല സോഫ്റ്റായിട്ടുള്ള ബട്ടർ വേണം ചേർക്കാനായിട്ട്. 2 ടേബിൾ സ്പൂണോളം ബട്ടർ ചേർത്തിട്ടുണ്ട്. എന്നിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷമാണ് നമ്മൾ ഇതിനകത്തേക്ക് മൈദയൊക്കെ ചേർക്കുന്നത്. 2.5 കപ്പ് മൈദയാണ് ചേർക്കുന്നത്. 250 ml കപ്പിൽ 2.5 കപ്പ് മൈദ ചേർത്തിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതുപോലെ ഒരു തവി എന്തെങ്കിലുമൊക്കെ വെച്ചിട്ട് ആദ്യം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് കൈ വെച്ചിട്ട് നല്ലതുപോലെ ഒന്ന് കുഴച്ചിട്ട് വേണം എടുക്കാനായിട്ട്. നമുക്ക് കൈ വെച്ചിട്ട് കുഴച്ചെടുക്കാനേ ഉള്ളൂ. ഒരുപാട് സ്റ്റിക്കി പരുവൊന്നും ആക്കി എടുക്കണ്ട. നമുക്ക് ചപ്പാത്തി മാവിനേക്കാളും കുറച്ചുകൂടെ ലൂസാക്കിയിട്ട് വേണം കുഴച്ചെടുക്കാനായിട്ട്. ഇനി നമുക്ക് ഇതിനകത്തേക്ക് നമ്മൾ മാറ്റി വെച്ചിട്ടുള്ള 1 ടേബിൾ സ്പൂണോളം പാലുണ്ടല്ലോ, അതൊന്ന് ചേർത്ത് കൊടുക്കുക. അതും ഇതുപോലെ കുറേശ്ശെ ചേർക്കുന്നുള്ളൂ കേട്ടോ. അങ്ങനെ നമ്മുടെ മാവ് വീണ്ടും നല്ലതുപോലെ കുഴച്ചിട്ട് വേണം എടുക്കാൻ. ഞാൻ മാറ്റി വെച്ച പാൽ മുഴുവനും ചേർത്തിട്ടുണ്ട്. അങ്ങനെ 3/4 കപ്പ് ഇളം ചൂടുള്ള പാലാണ് ചേർത്തിട്ടുള്ളത്. നല്ലതുപോലെ കുഴച്ചതിന് ശേഷം ഇതിൻ്റെ മുകളിൽ ശകലം ഓയിലൊന്ന് സ്പ്രെഡ് ചെയ്തിട്ട് നല്ലതുപോലെ ഒന്ന് കവർ ചെയ്തിട്ട് മാറ്റി വെക്കാം. അപ്പോഴത്തേക്ക് നമ്മുടെ മാവ് നല്ലതുപോലെ പൊങ്ങി വന്നിട്ടുണ്ടാവും. ഞാൻ അരമണിക്കൂറാണ് ഇത് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കുന്നത്. ഇത് കണ്ടോ, അപ്പോഴത്തേക്ക് നമ്മുടെ മാവ് നല്ലതുപോലെ പൊങ്ങി വന്നിട്ടുണ്ട്. നമ്മുടെ മസാല ഞാനൊരു പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട്. നമുക്ക് മുട്ട വേണമായിരുന്നു. ഞാൻ പുഴുങ്ങി 2ആയിട്ട് കട്ട് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമ്മുടെ ഈ മാവ് വീണ്ടും കുഴച്ചെടുക്കേണ്ട ആവശ്യമില്ല. നമുക്കിതുപോലെ അങ്ങ് കട്ട് ചെയ്യാം. ഞാനിവിടെ 8 എഗ് റോളാണ് ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് 8 ആക്കിയിട്ട് കട്ട് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് 10 വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെയും കട്ട് ചെയ്തിട്ട് വേണമെങ്കിൽ എടുക്കാം. ഇതുപോലെ ഓരോന്നും ബോൾസ് ആക്കിയതിന് ശേഷം ഒരു ബൗളിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് അതിൽ നിന്ന് ഒരെണ്ണം എടുത്തിട്ട് ബാക്കി നമുക്ക് നല്ലതുപോലെ ഒന്ന് അടച്ച് വെക്കണം. ഇല്ല എങ്കിൽ അത് ഡ്രൈ ആയിട്ട് പോകും. അതിനുശേഷം നമുക്ക് പൊടിയൊന്നും ചേർക്കാണ്ട് ഇങ്ങനെ വേണം പരത്തിയെടുക്കാനായിട്ട്. അതായത് റെക്റ്റാങ്കിൾ ഷേപ്പിൽ പരത്തിയെടുക്കുക.
പൊടി ചേർത്തിട്ട് പരത്തിയെടുക്കുകയാണ് എങ്കിൽ പിന്നെ നമുക്കത് റോൾ ചെയ്യാനായിട്ട് പാടായിരിക്കും. ഇനി നമുക്ക് ഫില്ലിങ് വെച്ച് കൊടുക്കാം. നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഈ മസാല ഇതിനകത്തേക്ക് വെച്ച് കൊടുക്കാം. മസാല വെച്ചതിന് ശേഷം ഇതിൻ്റെ മുകളിൽ മുട്ട ചേർക്കുന്നുണ്ട്. ഒരു പീസ് മുട്ട മുഴുവനായിട്ടും ചേർക്കാൻ പറ്റത്തില്ല, രണ്ടായിട്ട് കട്ട് ചെയ്തിട്ട് നമുക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതുപോലെ വേണം കവർ ചെയ്യാൻ. ഇങ്ങനെ കവർ ചെയ്തതിന് ശേഷം നമ്മൾ കൈ വെച്ചിട്ട് നല്ലതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമുക്ക് ഇതിൻ്റെ താഴ്ഭാഗത്തേക്ക് കത്തി വെച്ചിട്ട് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്യണം. ഈ ലാസ്റ്റ് ഭാഗം കട്ട് ചെയ്യരുത് കേട്ടോ, സെൻറ്ററിലായിട്ട് ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് വീണ്ടും ഒന്നും കൂടെ റോൾ ചെയ്യുക. അപ്പോഴത്തേക്ക് നമുക്ക് നല്ല ഭംഗിയുള്ള ഒരു ഡിസൈനായിട്ട് കിട്ടും. ഇത് കണ്ടോ, ഇതുപോലെ വേണം ചെയ്തെടുക്കാനായിട്ട്. ഇനി നമ്മൾ ബേക്ക് ചെയ്യുന്ന ട്രേയിൽ ഞാൻ ഓയിലൊക്കെ സ്പ്രെഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതിനകത്തേക്ക് വെച്ച് കൊടുക്കാം. ഇതുപോലെ നമുക്ക് ബാക്കിയുള്ളതൊക്കെ ചെയ്തെടുക്കാം. ഒരുപാട് തിന്നായിട്ട് നിങ്ങൾ പരത്തിയെടുക്കരുത്, കുറച്ചൊരു കട്ടിയിൽ തന്നെ വേണം പരത്തിയെടുക്കാനായിട്ട്. നിങ്ങൾക്ക് ഇത്രയും വലിയ എഗ് റോള് വേണ്ട എന്നുണ്ടെങ്കിൽ മാവ് ഒരു 12 എണ്ണം ആക്കിയിട്ട് കട്ട് ചെയ്യുക. അതുപോലെ മുട്ടയുടെ പീസ് വെക്കുമ്പോൾ ഒരു മുട്ടയുടെ 4 ഭാഗം മാത്രം വെച്ചിട്ട് റോൾ ചെയ്തിട്ട് എടുത്താൽ മതി. നല്ല ഭംഗിയുള്ള ഒരു ഡിസൈനായിട്ടാണ് ഇങ്ങനെ ചെയ്യുമ്പം കിട്ടുന്നത്. നിങ്ങൾ ഇതുപോലെ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ഇതിൻ്റെ താഴ്ഭാഗം ഇങ്ങനെ കത്തി വെച്ചിട്ട് കട്ട് ചെയ്യുമ്പോൾ ലാസ്റ്റ് കട്ട് ചെയ്യരുത്. നമ്മളിങ്ങനെ റോൾ ചെയ്ത് കഴിഞ്ഞിട്ട് അതിൻ്റെ പുറം ഭാഗം നമുക്ക് നല്ലതുപോലെ ഒന്ന് സീൽ ചെയ്തിട്ട് വേണം എടുക്കാനായിട്ട്. നല്ല ഭംഗിയുള്ള ഒരു ഡിസൈനായിട്ടാണ് കിട്ടിയിട്ടുള്ളത്. എല്ലാം ഞാൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. 6 എണ്ണം ഇതുപോലൊരു ട്രേയിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി ഇത് റെസ്റ്റ് ചെയ്യാനായിട്ട് അരമണിക്കൂറോളം വെക്കണം. ഇതുപോലെ ഒന്ന് കവർ ചെയ്തിട്ട് വേണം വെക്കാനായിട്ട്. ഞാൻ ബാക്കിയുള്ള 2 എണ്ണം ഇതുപോലെ ഒരു ട്രേയിലാണ് വെച്ചിട്ടുള്ളത്. ഇതും നമുക്ക് ഒന്ന് കവർ ചെയ്തിട്ട് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വെക്കാം. അപ്പോഴത്തേക്ക് വീണ്ടും ഒന്നും കൂടെ ഇത് പൊങ്ങി വരും. അങ്ങനെ അരമണിക്കൂറിന് ശേഷം നമ്മുടെ എഗ് റോള് വീണ്ടും ഒന്നും കൂടെ പൊങ്ങി വന്നിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിൽ എഗ്ഗ് ഒന്ന് വാഷ് ചെയ്ത് കൊടുക്കണം. അതായത് മുട്ടയുടെ മഞ്ഞക്കരു എടുത്തിട്ടുണ്ട്. ഇതിനകത്തേക്ക് ശകലം പാലൊഴിച്ചിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഓരോ റോളിൻ്റെ മുകളിൽ ഇതുപോലെ നമുക്ക് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. നല്ലതുപോലെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. നിങ്ങൾക്കിനി മുട്ട വേണ്ട, പാൽ മാത്രം മതിയെങ്കിൽ അങ്ങനെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഇതേ മെത്തേഡിൽ തന്നെ നമുക്ക് സ്റ്റൗ ടോപ്പിലും ചെയ്തെടുക്കാവുന്നതാണ്. മുട്ടയൊക്കെ നല്ലപോലെ സ്പ്രെഡ് ചെയ്തതിന് ശേഷം ഇതിൻ്റെ മുകളിൽ കുറച്ച് കറുത്ത എള്ള് ചേർക്കുന്നുണ്ട്. അതുപോലെ ശകലം വെളുത്ത എള്ളും കൂടെ ചേർത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിൽ ഞാൻ ശകലം ഒറിഗാനോ ചേർക്കുന്നുണ്ട്. ഈ ഒറിഗാനോ ചേർത്ത ഒരു പ്രത്യേക ടേസ്റ്റും സ്മെല്ലും ഒക്കെയാണ്. നിങ്ങൾ ഒറിഗാനോ ഉണ്ടെങ്കിൽ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തോ കേട്ടോ. ഇനി ഇത് 3 ഇല്ല എങ്കിലും നമുക്ക് ഇതിൻ്റെ മുകളിൽ എഗ് വാഷ് ചെയ്തതിന് ശേഷം നമുക്ക് ബേക്ക് ചെയ്യാവുന്നതാണ്. ഞാൻ ഓവനിലാണ് ബേക്ക് ചെയ്യുന്നത്. 180 ഡിഗ്രിയിൽ 10 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്തിട്ടുണ്ട് ഓവന്. അതിനുശേഷം നമുക്ക് ഈ എഗ് റോള് വെച്ച് കൊടുക്കാം. എന്നിട്ട് ഒരു 40-45 മിനിറ്റ് സെറ്റ് ചെയ്യുക. എന്നിട്ട് നിങ്ങൾ എഗ് റോള് നോക്കുക, നല്ലതുപോലെ കുക്കായിട്ടുണ്ടെങ്കിൽ എടുക്കാം. ഇല്ല എങ്കിൽ ഒരു 5 മിനിറ്റും കൂടെ വീണ്ടും വെച്ചാൽ മതി, നല്ലതുപോലെ കുക്കായിട്ട് കിട്ടും. നിങ്ങളുടെ ഓവനനുസരിച്ചിട്ട് ചൂടിനൊക്കെ മാറ്റം ഉണ്ടാവും കേട്ടോ. അങ്ങനെ നമ്മുടെ എഗ് റോള് നല്ലതുപോലെ ബേക്കായി കിട്ടിയിട്ടുണ്ട്. നല്ല ചൂടാണ്. ഈ ചൂടോട് കൂടിയിട്ട് നിങ്ങൾ ട്രേയിൽ നിന്ന് എടുക്കാനായിട്ട് ശ്രമിക്കരുത്. നല്ലതുപോലെ ചൂടൊക്കെ പോയതിന് ശേഷം മാത്രമേ എടുക്കുക. എന്നാലേ ഈ ട്രേയിലൊക്കെ ഒട്ടിപ്പിടിക്കാതെ നല്ലതുപോലെ കിട്ടത്തുള്ളൂ. ഈ ചൂടോട് കൂടി തന്നെ നമുക്ക് ഇതിൻ്റെ മുകളിൽ ശകലം ബട്ടർ ഒന്ന് സ്പ്രെഡ് ചെയ്യണം. എന്നാൽ നമ്മുടെ ബ്രെഡിന് ഒരു ഗ്ലേസിങ് ആയിരിക്കും, ഒന്നും കൂടെ സോഫ്റ്റായിട്ട് കിട്ടും. എല്ലാ സൈഡിലും ഇതുപോലെ നമുക്ക് ബട്ടർ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് വീണ്ടും ഞാനിത് കവർ ചെയ്യുന്നുണ്ട്. കവർ ചെയ്ത് വെക്കണം. ചൂടൊക്കെ നല്ലതുപോലെ പോയതിന് ശേഷം മാത്രം എടുക്കുക. എന്നാലേ സോഫ്റ്റായിട്ടുള്ള ബണ്ണ് കിട്ടത്തുള്ളൂ. ഞാനിത് നല്ലതുപോലെ ചൂടൊക്കെ പോയതിന് ശേഷമാണ് എടുക്കുന്നത്. നല്ല സോഫ്റ്റും കാണാൻ നല്ല ഭംഗിയുമായിട്ടുള്ള നമ്മുടെ എഗ് റോള് റെഡി ആയിട്ടുണ്ട്. ചൂടൊക്കെ പോയതിന് ശേഷം കഴിക്കാനാണ് ടേസ്റ്റ്. നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. നല്ല ഭംഗിയില്ലേ കാണാനായിട്ട്. ഇനി ഇത് കട്ട് ചെയ്തിട്ട് നോക്കാം. നല്ല സോഫ്റ്റായിട്ടുള്ള ബണ്ണാണ്. ഇതിനകത്ത് ഫില്ലിംഗ് ഒക്കെ കറക്റ്റായിട്ട് തന്നെയാണ് കിട്ടിയിട്ടുള്ളത്. നമ്മളിതിന് മുന്നേ ആയിട്ട് ചിക്കൻ റോളിൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ട്. കാണാത്തവരുണ്ടെങ്കിൽ കണ്ടു നോക്കുക. ലിങ്ക് ഞാൻ താഴെ കൊടുത്തേക്കാം. ഇത് നമ്മൾ 2 എണ്ണം വേറൊരു ട്രേയിൽ ബേക്ക് ചെയ്തില്ലേ, അതാണ് കേട്ടോ. ഇതിങ്ങനെ ഒന്നിച്ചിരിക്കുന്നതാണ്. കാരണം നമ്മളത് സ്പേസ് ഇല്ലാണ്ടല്ലേ വെച്ചത്, അതുകൊണ്ടാണ്. കുഴപ്പമൊന്നുമില്ല, ഇങ്ങനെ അങ്ങ് ചെയ്തെടുക്കാം. നിങ്ങളെല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറന്നു പോകരുത്.
നമുക്ക് പിള്ളേർക്ക് ടിഫിനായിട്ട് കൊടുത്തു വിടാൻ പറ്റിയ നല്ലൊരു എഗ്ഗ് റോൾ തന്നെയാണ്. ഇതുപോലെയുള്ള റെസിപ്പിയുമായിട്ട് അടുത്തൊരു വീഡിയോയിലൂടെ വീണ്ടും വരാം.